ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2025 നടപടികളും അതീവ ദുരൂഹമെന്നാണ് അറിയാൻ കഴിയുന്നത്. 2025 ദ്വാരപാല ശില്പങ്ങളിലെ പാളികൾ സ്വർണം പൂശാൻ കൊണ്ടുപോയത് മുൻ മാനദണ്ഡം തെറ്റിച്ചെന്ന കണ്ടെത്തൽ വരികയാണ്. 2022 ശ്രീകോവിലിന് ചോർച്ചയുണ്ടായപ്പോൾ നടപ്പാക്കിയ രീതി ദ്വാരപാല ശില്പങ്ങളുടെ കാര്യത്തിൽ പരിഗണിച്ചില്ല. ദ്വാരപാല ശില്പങ്ങളിൽ സ്വർണം പൂശുന്ന കാര്യം സ്പെഷ്യൽ ഓഫീസറെ പോലും അറിയിച്ചില്ലെന്നും SITയുടെ കണ്ടെത്തൽ വരികയാണ്. ഇനി എന്താണ് അങ്ങനെയെങ്കിൽ 2005 ഓർമ്മപ്പെടുത്തുന്നത് എങ്ങോട്ടാണ്? നമുക്ക് പരിശോധിക്കാം. പ്രശാന്ത് കൃഷ്ണ എന്നോട് ഒപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, 2025 എന്ന് പറയുമ്പോൾ അതിലും SIT ദുരൂഹമായ കാര്യങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ നെക്സ്റ്റ് നമ്പറിലേക്ക് പോവുകയാണ്. അത് ആരുടെ മേലാണ് ആ ഉന്നം വരുന്നത്? അടുത്ത നമ്പർ ആരാണ്? ഈ പത്മകുമാർ കഴിഞ്ഞാൽ അടുത്ത ആര് എന്നുള്ള കാര്യം SITയുടെ അടുത്ത അന്വേഷണത്തിലൂടെ വ്യക്തമാകും. ഒരു കാര്യം വ്യക്തമാണ്, 2024 വീണ്ടും ഒരു വലിയ വീഴ്ചയ്ക്കുള്ള കളമൊരുങ്ങി. 2025 ആ വീഴ്ച സംഭവിച്ചു. ഈ ദുരൂഹതയൊന്നും 2024 കഴിഞ്ഞ ഇപ്പോൾ പടിയിറങ്ങിയ PS പ്രശാന്തിൻ്റെ ഭരണസമിതിക്ക് നേരെ ഉണ്ടായ ദുരൂഹതയൊന്നും തന്നെ ഒരു മാധ്യമങ്ങളും ഉയർത്തിയതല്ല. ദേവസ്വം വിജിലൻസിൻ്റെ കണ്ടെത്തലും ഏറ്റവും ഒടുവിലായി ഹൈക്കോടതിയുടെ ഉത്തരവുമെല്ലാമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ദുരൂഹത? 2019 A പത്മകുമാറിൻ്റെ ഭരണസമിതിക്ക് സംഭവിച്ച വീഴ്ചയല്ല, അതൊരു ബോധപൂർവമുള്ള ആസൂത്രണമായിരുന്നു. അതുകൊണ്ടാണല്ലോ A പത്മകുമാർ ഇപ്പോൾ അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്നത്. അപ്പോൾ അതിനുശേഷം 2019 അത് സംഭവിച്ചു. 2025 അത് വീണ്ടും ആവർത്തിക്കുന്നു. അല്ലെങ്കിൽ അത് സംഭവിച്ചില്ലെങ്കിലും അത് അന്നത്തെ കൊള്ള മറയ്ക്കുന്നതിന് വേണ്ടിയാണെന്ന് കോടതി തന്നെയാണ് വിലയിരുത്തുന്നത്. അപ്പോൾ 2022 ആ വീഴ്ച ഉണ്ടായില്ല. അതായത് K അനന്തഗോപൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ മേൽക്കൂരയിൽ 36 കിലോ സ്വർണം പൊതിഞ്ഞിരിക്കുന്നതാണ്. അവിടെ അറ്റകുറ്റപ്പണി വേണ്ടി വന്നു, ചോർച്ച കണ്ടെത്തി. അപ്പോൾ അത് പുതുക്കി പണിയാന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി സംഘവും അദ്ദേഹത്തെ സമീപിക്കുന്നത്. പ്രശാന്ത്, അതായത് ഇവിടെ ഒരു ദേവസ്വത്തിന്റെ മാനുവലുണ്ട്. ശബരിമലയിൽ അറ്റകുറ്റപ്പണികൾക്കായി ഏത് രീതിയിലൊക്കെ ആയിരിക്കണം അവിടെ പുറത്തേക്ക് കൊണ്ടുപോകാൻ, അങ്ങനെ പാടേ ഇല്ല എന്ന് പറയുമ്പോൾ ഇതേ ഉത്തരവാദിത്തം പ്രശാന്തിന്റെ ആ പറയുന്ന ബോർഡും ഈ പറയുന്ന വാസു കൈകാര്യം ചെയ്ത സമയത്തെ ബോർഡും ഈ പത്മകുമാറും ഇവർക്കെല്ലാം ഒരേ ഉത്തരവാദിത്തം എന്ന് നമുക്ക് പറയാൻ കഴിയും. കുറച്ചുകൂടി കൂടുതൽ ഉത്തരവാദിത്തം 2024 അതായത് ഈ കഴിഞ്ഞ ഭരണസമിതിക്ക് ഭരണസമിതിക്ക് ഉണ്ട് എന്നതാണ്. കാരണം 2023 ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുള്ളത്. ശബരിമലയിലെ ഏത് അറ്റകുറ്റപ്പണിയും അത് അവിടുത്തെ ഉരുപ്പടിയുമായി ബന്ധപ്പെട്ട എന്ത് അറ്റകുറ്റപ്പണി നടത്തണമെങ്കിലും അത് ശബരിമലയ്ക്ക് പുറത്ത് കൊണ്ടുപോകരുത്, സന്നിധാനത്തിന് പുറത്ത് കൊണ്ടുപോകരുത്, അത് അവിടെ വെച്ച് തന്നെ നടത്തണമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് ആയതുകൊണ്ട് 2025 ആയതുകൊണ്ട് മുൻകാല അനുഭവങ്ങളൊക്കെ വെച്ച് കൂടുതൽ ഉത്തരവാദിത്തം ഈ നിയമപരമായും ഹൈക്കോടതി കുറച്ചുകൂടി കർക്കശമായിട്ട് ഈ വിഷയം എടുത്തതിന് കാരണം അങ്ങനെ ഉത്തരവുണ്ട്. ആ ഉത്തരവ് ഉണ്ടായിരുന്നിട്ടും ആ ഉത്തരവ് ഉദ്യോഗസ്ഥരോ ബോർഡ് നേതൃത്വം അറിയില്ല എന്ന് പറയുന്നത്, ഒരു നിയമം അറിയില്ല എന്ന് പറയുന്നത് ഒരു ന്യായീകരണമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ ഒരു ഉത്തരവ് അറിയില്ല എന്ന് പറയുന്നത് ഒരു ന്യായീകരണമല്ല. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരു ഹൈക്കോടതിയുടെ കൃത്യമായ ഡയറക്ഷൻ ഉണ്ടായിട്ടും അതിന് നമ്മൾ ഇന്നലെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പത്മകുമാറിന്റെ പഴയ ബൈറ്റുകൾ പല ബൈറ്റുകളും നമ്മൾ ചെക്ക് ചെയ്ത് പ്രേക്ഷകരെ കാണിച്ചു. അതിൽ പത്മകുമാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ PS പ്രശാന്തിന്റെ പല ബൈറ്റുകളും നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹം തുടക്കം മുതൽ PS പ്രശാന്ത് പറഞ്ഞതാണ് എല്ലാം 2019 എൻ്റെ കാലത്തൊന്നും സംഭവിച്ചില്ല, ഞാൻ അതിന് ഉത്തരവാദി അല്ല എന്ന്. അപ്പോൾ ഇന്നിപ്പോൾ SIT ആണ് കണ്ടെത്തുന്നത്. ഈ പത്മകുമാർ പ്രതികരിക്കപ്പെടുന്നു, പത്മകുമാർ പ്രതിക്കൂട്ടിലാണെന്ന് കണ്ടെത്തിയ അതേ SIT ഈ 2025 അന്നത്തെ ബോർഡിനും വീഴ്ച ഗുരുതരമായി സംഭവിച്ചു എന്ന് കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം പ്രശാന്തിനെ തള്ളിക്കളയാൻ കഴിയുന്ന SIT നേരത്തെ തന്നെ അത് കണ്ടെത്തുകയും മാത്രമല്ല ഹൈക്കോടതിയിൽ ആ നിരീക്ഷണങ്ങളെല്ലാം തന്നെ സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഏറ്റവും ഒടുവിലത്തെ ഉത്തരവിൽ അത് കൃത്യമായി തന്നെ ഇപ്പോഴത്തെ ബോർഡിന് സംഭവിച്ച വീഴ്ചകൾ കൃത്യമായി അക്കമിട്ട് നിരത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ സംഭവം എന്താണ്? 2019 ബോർഡിന് സംഭവിച്ച വീഴ്ച 2022 ബോർഡ് ഭരണസമിതിക്ക് ഉണ്ടായില്ല. എന്തുകൊണ്ട് 2022 ബോർഡ് ഭരണസമിതി, അതായത് K അനന്തഗോപൻ പ്രസിഡന്റായ ഭരണസമിതി, K അനന്തഗോപൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കാതെ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അത് അഴിച്ചുകൊണ്ട് പോകാനുള്ള അനുമതി കൊടുത്തില്ല? അദ്ദേഹം എന്താ പറഞ്ഞത്? 38 കിലോ സ്വർണം, 38 കിലോ എന്നാണ് എൻ്റെ ഓർമ്മ, അവിടെ തന്നെ പണി ചെയ്താൽ മതി, അതും ശബരിമല ശ്രീകോവിലിന്റെ മേൽക്കൂരയിൽ വെച്ച് തന്നെ അറ്റകുറ്റപ്പണി അവിടെ വെച്ച് തന്നെ ചെയ്താൽ മതി എന്നാണ്. അത് അഴിച്ചു കൊടുത്തു വിടുകയല്ലേ. മാത്രമല്ല വാതിലുമായി ബന്ധപ്പെട്ട അതിന്റെ തടികൾക്ക് മാത്രമാണ് ആ സമയത്ത് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് 22 സംഭവിക്കാത്തൊരു വീഴ്ച, അല്ലെങ്കിൽ 22 ബോർഡ് ബോധവാന്മാരായിരുന്ന ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് 25 ബോർഡ് ഭരണസമിതി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് സ്വർണം പൂശുന്നതിന് കൊടുത്തുവിടാനുള്ള തീരുമാനം എടുത്തത് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചിട്ടാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാത്തതുകൊണ്ടാണ് ബൈപ്പാസ് ചെയ്തു. അവിടെയാണ് കോടതി 2019 കൊള്ള ഒളിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്നുള്ള സംശയം ജനിപ്പിക്കുന്നത്, ഉയർത്തുന്നത്. ഇനി 2025 ബോർഡ് ഭരണസമിതി ആ വീഴ്ച വരുത്തിയത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഇവരെല്ലാം അകത്തായത്. ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് അവരെല്ലാം ഇനിയും അകത്ത് പോകാനിരിക്കുന്നത്. ആ സ്പെഷ്യൽ കമ്മീഷണറുടെ ആ ഒരു സമയോചിതമായിട്ടുള്ള ചോദ്യം,
അതിനുശേഷം അദ്ദേഹം നൽകുന്ന റിപ്പോർട്ട് ഇതൊക്കെയാണ് അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ കളവ്. അതെ, കളവ്. അത് നമ്മൾ പറയുമല്ലോ, ഈ ഒരു ഇളങ്കാറ്റ് പോലെ അഴിമതിയുടെ ഇളങ്കാറ്റായിട്ടാണ് വന്നത്. അതിനുശേഷം ഒരു കൊടുങ്കാറ്റായി മാറുന്നു. ആ കൊടുങ്കാറ്റിൽ വൻമരങ്ങളടക്കം കടപുഴകി വീഴുകയാണ്. അതിലൊരു പേമാരിപ്പെയ്ത്ത് CPM-ലടക്കം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ, പ്രശാന്തിന്റെ കാര്യത്തിൽ എന്തായിരിക്കാം അങ്ങനെയെങ്കിൽ? നമ്മൾ പറയുമല്ലോ, ഒരു ബോർഡിന്റെ ബാധ്യത എന്ന് പറയുമ്പോൾ ബോർഡിനെ നയിക്കുന്നത് അവിടുത്തെ ഭരണസമിതി തലവൻ PS പ്രശാന്താണ്. പ്രശാന്തിലേക്കും ഈ രീതിയിലുള്ള അന്വേഷണവും ഈ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ, മൊഴി രേഖപ്പെടുത്തൽ, ഇതിലേക്ക് പോകേണ്ടി വരുമോ അന്വേഷണ സംഘത്തിന്? തീർച്ചയായും 2025 വീഴ്ചയെക്കുറിച്ച് ഹൈക്കോടതിയുടെ മുന്നിലുള്ള ഉത്തരവിലെ റിപ്പോർട്ടിലും ഹൈക്കോടതി മുന്നിലുള്ള റിപ്പോർട്ടും ഹൈക്കോടതിയിലെ ഉത്തരവിലുള്ള പ്രത്യേക പരാമർശങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണം അതിലേക്ക് തന്നെ നീങ്ങും. അടുത്തത് ആരാണ്, ആരുടെ ഭരണസമിതിയാണ് എന്നതിനെ കുറിച്ചൊന്നും നമുക്കിപ്പോൾ മുൻവിധി പാടില്ല. പക്ഷേ പത്മകുമാറിൻ്റെ നിരീക്ഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യലിൽ പറയുന്ന വെളിപ്പെടുത്തൽ, അതായിരിക്കും അടുത്ത ആരിലേക്ക് എന്നുള്ള വിരൽ ചൂണ്ടുന്നത്. അപ്പോഴും 25 ബോർഡിലെ ഭരണസമിതിക്ക്, ഈ കഴിഞ്ഞ ഭരണസമിതിക്ക് ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ? അതിൽ അന്നത്തെ 19 കൊള്ള മറയ്ക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായുള്ള എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടോ എന്നത് അന്വേഷണത്തിന്റെ ഭാഗമാണ്. സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യലടക്കമുള്ള അല്ലെങ്കിൽ നടപടികൾ ഉണ്ടാകാം. അറസ്റ്റ് ആരുടെ എങ്ങനെ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നില്ല. എന്തായാലും അത് അന്വേഷണ പരിധിയിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. തീർച്ചയായും അതാണ്. 2025 നമ്മൾ വരികയാണെങ്കിൽ ആ 2025 ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചു. ആ ഗുരുതരമായ വീഴ്ചകൾ SIT നേരത്തെ കണ്ടെത്തിയിരുന്നു. അതാണ് കോടതിയിലേക്ക് സമർപ്പിക്കപ്പെട്ടത്. ആ കോടതിയുടെ നിരീക്ഷണങ്ങൾ വെച്ചാണെങ്കിൽ ഈ ഭരണസമിതിക്ക്, 2025 ഭരണസമിതിക്കും അതേ ഉത്തരവാദിത്തം വരികയാണ്. അതിന്റെ തലവന്മാരും സ്വാഭാവികമായും ആ നടപടിക്ക് വിധേയരാകേണ്ടവരാണ്.